പ്രയർ ഈസ് ബിഹോൾഡിങ്. പ്രാർത്ഥന ദൈവത്തെ കാണുന്നതാകട്ടെ. ദൈവവുമായിട്ടുള്ള ബന്ധം ശരിയാകാതെ ഭൂമിയിൽ ഒരു കാര്യവും നമ്മൾ നിലനിൽക്കുന്നത് പ്രാപിച്ചെടുക്കുന്നില്ല. ആദ്യമേ പറയട്ടെ, കർത്താവിൻ്റെ ആത്മാവ് നമ്മളിൽ വരുന്നത് പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ വന്നിട്ട് യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുമ്പോഴാണ്. അതുവരെ നമ്മൾ ജീവിക്കുന്ന ആത്മാവ് മരിച്ചവരായിട്ട് തന്നെയാണ്. അതുകൊണ്ട് ആത്മാവ് മരിച്ചിരിക്കുന്നവർക്ക് ഇത് മനസ്സിലാകത്തില്ല. പക്ഷെ ആത്മാവ് ഉള്ളവർക്ക് ഈ വചനങ്ങൾ വ്യക്തമായിട്ടും മനസ്സിലാകും. എങ്ങനെയാണ് ക്രിസ്തുവിനെ ഉൾക്കൊള്ളുന്നതെന്ന് ചോദിച്ചാൽ വചനം വ്യക്തമായിട്ടും പറയുന്നുണ്ട്, വചനം നിനക്ക് സമീപസ്ഥവും നിൻ്റെ അടുക്കലല്ലേ. ക്രിസ്തുവിനെ യേശു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശ് മരണം ഏറ്റെടുത്തു. അവൻ തൻ്റെ പാപത്തെ ഏറ്റെടുത്ത് അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാ കൊണ്ട് ഏറ്റു പറയുമ്പോൾ നീ രക്ഷിക്കപ്പെട്ടു എന്നാണ് റോമർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൽ പറയുന്നത്. രക്ഷിക്കപ്പെട്ട ഒരു ജനതയെന്ന് പറയുമ്പം നമ്മൾ എവിടുന്നോ കളഞ്ഞു പോയവരെ രക്ഷിച്ചെടുത്തു എന്ന് അതിൻ്റെ അർത്ഥം. രക്ഷിച്ചെന്ന് പറഞ്ഞാൽ എന്തുവാ? ആത്മാവില്ലാതെ ജീവിക്കുന്ന ഒരു ഗണത്തിൽ നിന്നാണ് ആത്മാവ് ഇട്ടിട്ട് നിനക്ക് ചിഹ്നമിട്ട് പേരിട്ട് പുതിയ ആളാക്കി മാറ്റിയിരിക്കുകയാണ്. നമുക്ക് വില മാറി. അതായത് ഈ ലോകത്തിൽ ഒരാത്മാവിൻ്റെ വില ഈ ലോകത്തിലുള്ള സകല ശക്തിയെക്കാട്ടിലും വില കൂടുതലാണെന്ന് പറയുന്നെങ്കിൽ എൻ്റെ വില എത്രയാണെന്ന് എനിക്ക് മനസ്സിലാകണം. എൻ്റെ വില അതാണ്. നമ്മൾ ഈ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ അടുക്കൽ ചെന്നിരിക്കാതെ എവിടുന്ന് ഇത് മനസ്സിലാക്കും? വചനം എടുത്ത് വായിച്ചിട്ട് വചനം വ്യക്തമായിട്ട് ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെ ഈ ദൈവത്തിൻ്റെ മഹത്വത്തെ വിളിച്ചു പറയുന്നതിന് പകരം എൻ്റെ കാര്യം നേടാൻ വേണ്ടി മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ്സ് കോൾഡ് കൺസ്യൂമറിറ്റിക് പ്രയർ. കാര്യം നേടാനുള്ള പ്രാർത്ഥന. വി ആർ ലിവിങ് ഇൻ എ കൺസ്യൂമറിറ്റിക് സൊസൈറ്റി. അതായത് കൊടുക്ക വാങ്ങലിൻ്റെ ഒരു കാലയളവ്. നീ ഒരാളെ കണ്ടി അവനെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നാൽ വേണ്ട. അവനെ കൊണ്ട് പ്രയോജനമില്ലേ, അവൻ പോട്ടെ. നമുക്കതിന് പ്രയോജനമില്ല, നമ്മളെന്തിനാണ് അവൻ്റെ കാര്യം തിരക്കുന്നത്? അതാണ് കൺസ്യൂമറിറ്റിക്ക്. അതായത് എൻ്റെ കടയിൽ വന്നാൽ നീ എൻ്റെ സാധനം വാങ്ങിച്ചാൽ നീ എൻ്റെ കടയുടെ മുമ്പിൽ കാറിട്ടോ, അല്ലെങ്കിൽ നിൻ്റെ കാറ് ടോ ചെയ്ത് മാറ്റും. എനിക്ക് പ്രയോജനം ഉണ്ടെങ്കിൽ നിനക്ക് പ്രയോജനം. അതാണ് ലോകം. അത് മക്കളും അപ്പനും അമ്മയും ഒക്കെ ബന്ധം അങ്ങനെ. അതുപോലെ ദൈവത്തോടുമായാലും എനിക്ക് പ്രയോജനം ഉണ്ടെങ്കിൽ ദൈവം ഉണ്ടെന്ന് പറയും. കാര്യം കാണു കഴിയുമ്പം പിന്നെ ദൈവം ഉണ്ടോ എന്ന് ചിന്തിക്കും. ചോദ്യം ചെയ്യലാണ്. എത്രയോ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ നടത്തിയ നമ്മളാണ് ഒരു കാലത്ത് പ്രശ്നം വന്നുമ്പം ദൈവത്തെ മറുത്തു പോകുന്നത്. അങ്ങനെ ഉണ്ടാകരുത്. ദി കൺസ്യൂമറിറ്റിക് പ്രയർ ഈസ് ആക്ച്വലി എ ട്രാൻസാക്ഷണൽ വൺ. അതായത് അങ്ങോട്ട് കൊടുക്കും, ഇങ്ങോട്ട് തരണം. ഇറ്റ്സ് അബൌട്ട് ഗിവ് ആൻഡ് ടേക്ക്. അങ്ങോട്ട് കൊടുക്കും, ഇങ്ങോട്ട് തരണം. ഞാൻ 10 രൂപ തന്നാൽ എനിക്കതിനുള്ള പ്രയോജന സാധനം തരണം. വെറുതെ എൻ്റെ കയ്യിൽ നിന്ന് 10 രൂപ നീ വാങ്ങിക്കാൻ നീ ആയിരിക്കണ്ട. അപ്പം വർഷിപ്പ് എന്തിനാണ്? പ്രാർത്ഥനയിലും ഈ കൺസ്യൂമറിറ്റിക് ആറ്റിറ്റ്യൂഡാണ്. അതായത് കാര്യം നേടാനും എൻ്റെ കാര്യത്തിനുണ്ട്. എന്തിനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്? ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നത് എന്താ? എനിക്ക് അനുഗ്രഹം കിട്ടാൻ. ദൈവത്തിൻ്റെ അടുക്ക വന്ന് ക്ഷമ ചോദിക്കുന്നത് എന്താ? എന്നിലുള്ള ഷെയിമും ഗിൽറ്റും, എനിക്ക് എന്നെക്കുറിച്ച് തന്നെയുള്ള അഴുക്ക്, എന്നെക്കുറിച്ചിങ്ങനെ അവജ്ഞയും എന്നെക്കുറിച്ചുള്ള അഴുക്ക് ചിന്തകളും മാറാൻ വേണ്ടി. അതുകൊണ്ട് ഞാൻ നല്ലത്. ദീസ് ആർ ഓൾ കൺസ്യൂമറിസം. എന്നാൽ ഇതെല്ലാം മറന്നിട്ട് രണ്ടും കൽപ്പിച്ച് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് വരുന്നത് അതൊരു ഉയർന്ന തലമാണ്. ഞാൻ ഈ ഉയർന്ന തലത്തിലോട്ട് കയറ്റുകയാണ്. ഞാനീ പറയുന്ന വചനങ്ങൾ ക്ലിപ്തമായിട്ടും ദിനംപ്രതി കേൾക്കുന്ന ഭവനങ്ങളിൽ വിടുതലുണ്ട്, നിശ്ചയം. എനിക്ക് വിടുതലുണ്ട്. ഞാൻ പറയുന്നത് എനിക്ക് പോലും വിടുതലുണ്ട്. തുടങ്ങിയ ഈ ബിഹോൾഡിങ് തന്നെ ഞാൻ വായിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. ഞാൻ ഓരോ പ്രാവശ്യവും ഈ ദൈവത്തിൻ്റെ അടുക്കലോട്ട് വന്നിരിക്കുമ്പോൾ എനിക്കറിയാം ഇന്നലെ ഇരുന്ന ഗോപേണിയിലല്ല ഞാൻ ഇന്നിരിക്കുന്നത്. വി ആർ മാർച്ചിങ് ഫോർവേഡ്. മേളിലോട്ട് കയറുകയാണ്. യാക്കോബിൻ്റെ ഗോപേണി പടിയിൽ മേളിൽ കയറി 20-ാം പടിയിൽ കയറിയിരിക്കുന്നവനെ 10-ാം പടിയിൽ ഇരിക്കുന്നവനോട് കയറി വരാൻ പറയാനൊക്കത്തുള്ളൂ. നമ്മൾ കയറുകയാണ്. അതുകൊണ്ട് ആര് ചെറുതേ വലുതെന്നല്ല. If you have seen a higher realm, you take others also there. പക്ഷെ വെട്ടം കാണാത്തവനെങ്ങനെ മറ്റുള്ളവർക്ക് വെട്ടം പറഞ്ഞു കൊടുക്കും? ദൈവത്തിന് നിർബന്ധം. അതായത് അന്ധനെ നയിക്കുന്ന പോലെ ആകരുത്. അപ്പോൾ ഇറ്റ് ഈസ് എല്ലാം ഗിവ് ആൻഡ് ടേക്കിംഗ് ആണ്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത്, ദൈവത്തെ സ്തോത്രവും സ്തുതിപ്പാണ് എനിക്ക് അനുഗ്രഹം കിട്ടാൻ. ഞാൻ ദൈവത്തിൻ്റെ അടുക്കൊന്ന് ക്ഷമ പറയുന്നത് എൻ്റെ നാണം കേട് മാറാനും. The result is a view of prayer that is primarily centered on getting things done. അതാണ് പ്രാർത്ഥനയുടെ ഡെഫിനിഷൻ മാറ്റി എഴുതണം.
എൻ്റെ കാര്യം കാണാൻ വേണ്ടി മാത്രം ദൈവത്തിൻ്റെ അടുക്കൽ പോയിരിക്കുന്ന പ്രാർത്ഥനയാണെങ്കിൽ കാര്യം പറയാനില്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് കാര്യമില്ല. അതങ്ങനെയല്ല. നമുക്കറിയില്ല നമ്മുടെ കാര്യം നേടിയെന്നിരിക്കട്ടെ, നമ്മളെപ്പോലെ വേദനിക്കുന്ന എത്രയോ പേര് വേറെ ഉണ്ട്, അവർക്ക് വേണ്ടി എടുക്കാം. വേറെ നമ്മളൊരു വീട്ടിൽ ചെന്ന് പ്രാർത്ഥിക്കാൻ ദൈവത്തിന് നമ്മൾ എസ് പറയുമ്പോൾ തൊട്ട് നമ്മൾ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, ഇല്ലേ? പലപ്പോഴും എന്നെ പ്രാർത്ഥിക്കാൻ ഓരോരുത്തർ വിളിക്കും. നിർബന്ധമായിട്ട് വിളിക്കുന്നിടത്തേ പോകാറുള്ളൂ. വെറുതെ പോയി സമയം കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവർക്ക് ദൈവം വേറെ ആളിനെ നിയോഗിച്ചിട്ട് എന്നെ വിളിച്ചെങ്കിൽ എന്തെങ്കിലും അവിടെ സംഭവിക്കാൻ ദൈവം ആഗ്രഹം. പക്ഷെ ആ ദിവസം തൊട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് അവർക്ക് വേണ്ടി. ദൈവം നിൻ്റെ ആത്മാവ് നീ മുൻപേ പോകാതെ എന്നെ വിടരുത്. ഞാൻ പോയിട്ട് എന്ത് കാണിക്കാനാണ്? പക്ഷെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ മുൻപേ പോകുന്നെങ്കിൽ ഞാനൊരു പാത്രമായിട്ട് ചെന്നാൽ മതി. അവിടെ ഇരിക്കുന്ന കൽഭരണികളെല്ലാം വെള്ളം ഒഴിച്ചാൽ മതി. അതിനകത്ത് പിന്നെ വീഞ്ഞുണ്ടാക്കുന്ന ജോലി ദൈവത്തിൻ്റെയാണ്. നമ്മളവിടെ ചെല്ലുക. അതാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ. അപ്പം ദൈവത്തിൻ്റെ അടുക്ക കാര്യത്തിന് വേണ്ടി ചെല്ലുന്നത് ലിമിറ്റ്സ് ഗോഡ്. ദൈവത്തെ അങ്ങ് ചെറുതാക്കുകയാണ് കാര്യം കാണാൻ വേണ്ടി. ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ ടിറ്റ് ഫോർ ടാറ്റാണ് എല്ലാ വിവാഹം ഇപ്പം അങ്ങനെയാണ്. അതായത് വിവാഹം ചെയ്യുന്നതിന് മുമ്പേ പുറത്തൊക്കെ കോൺട്രാക്റ്റ് എഴുതും. ഞാൻ കല്യാണം കഴിക്കുന്നു, ഇത്ര നാൾ ജീവിച്ചും ഇത്ര കാലം നമ്മൾ ഡിവോഴ്സ് ചെയ്തെങ്കിൽ ഇത്ര ലക്ഷം ഡോളർ എനിക്ക് നീ കോമ്പൻസേഷൻ തരണം. അതല്ല നിൻ്റെ മക്കളെ ഞാൻ വളർത്തിക്കോളാം, അല്ല നിൻ്റെ മക്കൾ നിൻ്റേതാണ്, അവരെ എടുത്തുകൊണ്ട് വെക്കണം. ഇങ്ങനെ കോൺട്രാക്റ്റ് എഴുതിയാണ് വിവാഹം ചെയ്യുന്നത്. അങ്ങനെ ദൈവം ചെയ്തിരുന്നെങ്കിൽ ഭൂമിയിൽ മനുഷ്യൻ കാണത്തില്ലായിരുന്നു. ദൈവത്തിൻ്റെ സ്നേഹം, കുടുംബജീവിതം, വിവാഹ ജീവിതം ടിറ്റ് ഫോർ ടാറ്റ്. നീ എനിക്ക് ചെയ്താൽ ഞാൻ എനിക്ക് ചെയ്തെന്നുള്ളത് ആകരുത്. അത് മാറണം, ഇന്ന് മാറണം. അതല്ല, ഇറ്റ്സ് നോട്ട് എ ടിറ്റ് ഫോർ ടാറ്റ്. ലവ് ഈസ് ഓൾ വി ഹാവ് ഇൻ മാരേജ്. ടിറ്റ് ഫോർ ടാറ്റ് ആണ് നമ്മുടെ മാരേജിലെങ്കിൽ ഒരു പ്രശ്നം വരുമ്പം ആരേലും ഒരാൾ ഇട്ടേച്ചു പോകും, അല്ലെങ്കിൽ പുരുഷൻ ഇട്ടേച്ചു പോകും. പ്രശ്നം വരുമ്പം നിൽക്കാൻ വയ്യാത്തവനാണ് എങ്കിൽ വെറും കാര്യസാധനത്തിന് വേണ്ടി മാത്രം വന്നാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഒരാളെ യഥാർത്ഥത്തിൽ സ്നേഹിച്ചിട്ടാണ് കല്യാണത്തിന് വിവാഹത്തിന് ചേരുന്നത് എങ്കിൽ ആ വ്യക്തിയിൽ എന്തൊക്കെ ബലഹീനതകൾ പിശാച് കൊണ്ടുവന്നിട്ടാലും എൻ്റെ ദൈവം എനിക്ക് തന്ന കവനന്റ് പാർട്ട്ണറാണ് എങ്കിൽ ജീവിത അന്ത്യം വരെ ആ വ്യക്തിയുടെ കൂടെ തന്നെ ഞാൻ നിൽക്കുമെന്ന് ഉറപ്പ് പറയുമ്പോൾ ദുഷ്ടപിശാചിന് കയറാനൊക്കത്തില്ല. വിടുതലുകൾ ഒന്നിൻ്റെ പുറകെ വിടുതൽ കാണുന്ന വർഷമായിട്ട് മാറട്ടെ ഈ 2025. അനേക കുടുംബങ്ങൾക്ക് വിടുതൽ പ്രഖ്യാപിക്കാൻ പറയുകയാണ്. വിടുതലുണ്ട്. മക്കൾ തിരിച്ചു വരട്ടെ, ബുദ്ധിയില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് ബുദ്ധി ഉണ്ടാകട്ടെ, കടബാധ്യകൾ മാറിപ്പോട്ടെ, ഭാര്യ ഭർത്താക്കന്മാർ അകന്നിരിക്കുന്നവർ ഒന്നിച്ചു വരട്ടെ. അപ്പം നമ്മുടെ കാര്യം സത്യം പറഞ്ഞ യഥാർത്ഥ സ്നേഹമുള്ള ഒരാളുടെ ഒരു പ്രത്യേക സ്വഭാവം, ദേ ആർ ഓൾവേസ് ഗിവേഴ്സ്, ടേക്കേഴ്സ് അല്ല. എനിക്കിതാ ഞാനെന്ന് പറയുവരല്ല, ഞാൻ എനിക്കിങ്ങോട്ട്. അങ്ങനെയുള്ളവർ എത്ര കിട്ടിയാലും അവർക്ക് തികയത്തില്ല. ചിലരുടെ മുമ്പിൽ ഭക്ഷണം വെച്ചാൽ എല്ലാ ഭക്ഷണവും അവരെടുത്ത് തിന്നുന്നതാണ്, ബാക്കിയുള്ളവരുണ്ടെന്ന് പോലും ചിന്തിക്കത്തില്ല. ദാറ്റ് ഷോസ് ദ ക്യാരക്ടർ. അതുപോലെയാണ് ഞാൻ എന്നെ നിറക്കണം. അതല്ലല്ലോ ദൈവം ചെയ്തത്. ദൈവം പൂർണ്ണമായിട്ടും അവനെ തന്നെ നമുക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചെന്ന്. ഹി ഗേവ് ഹിംസെൽഫ് ടോട്ടലി ടു അസ്. പിതാവാം ദൈവം തൻ്റെ പുത്രനെ യാഗവസ്തുവാക്കി തന്നു. അതിൽ കൂടുതൽ എന്ത്? അങ്ങനെ പുത്രനെ നമുക്ക് വേണ്ടി, നമ്മുടെ ബലഹീനതയ്ക്ക് വേണ്ടി, പാപത്തിന് വേണ്ടി യാഗമായിട്ട് തന്നവൻ നമ്മൾ ചോദിക്കുന്ന എന്തും ചെയ്യാതെ ഇരിക്കുമോ എന്ന് റോമർക്കെഴുതിയ ലേഖനം 8:32 പറയുന്നു. അങ്ങനെയാണ്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. അതായത് ദൈവത്തെ നേരിട്ട് കണ്ട് ജീവിക്കുന്ന വ്യക്തിക്ക് വ്യത്യാസമുണ്ട്. അപ്പോൾ സാൽവേഷൻ എന്ന് പറയുന്നത്, രക്ഷയെന്ന് പറയുന്നത് എന്താണ്? രക്ഷയെന്ന് പറയുന്നത് ഡിവൈൻ മാരേജ് ആണ്. സാൽവേഷൻ ഈസ് എ ഡിവൈൻ മാരേജ്. പ്രയർ ഈസ് ദി ആർട്ട് ഓഫ് ഷോയിങ് അപ്പ് ഡെയിലി ഔട്ട് ഓഫ് ലവ് ദാറ്റ് മൂവ്സ് ഡീപ്പർ ദാൻ ഫീലിങ്സ്. അതായത് രക്ഷയെന്ന് പറയുന്നത് ഒരു വിവാഹമാണ്, ആത്മീക വിവാഹമാണ്. അത് നമ്മൾ പ്രാർത്ഥനയോടുകൂടി എല്ലാ ദിവസവും ദൈവസന്നിധിയിൽ ഒരു പർട്ടിക്കുലർ ടൈമിൽ ചെന്നിരുന്നിട്ട് നോ മാറ്റർ വാട്ട്, എന്ത് സംഭവിച്ചാലും ഞാൻ നിൻ്റെ അടുക്ക വന്നിരിക്കുക. അത് ദൈവത്തെ ദൈവമായിട്ട് ഞാനങ്ങ് സ്നേഹിക്കുകയാണ്. എന്തൊക്കെയാണെങ്കിലും ഞാൻ അവനെ അങ്ങ് സ്നേഹിക്കുകയാണ്. അപ്പം ഈ ദൈവത്തിൻ്റെ ബിഹോൾഡിങ് വരുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ സ്വഭാവങ്ങളാണ് ഉണ്ടാകുന്നത്. അവൻ്റെ പ്രകൃതം, അവൻ്റെ സ്വഭാവം, അവൻ്റെ നേച്ചർ, അവൻ്റെ നോട്ടം എല്ലാം നമ്മളിലേക്ക് വരികയാണ്. അപ്പം
നമ്മൾ അവനെ അറിഞ്ഞോ അറിഞ്ഞില്ലെങ്കിലും ഓക്സിജൻ ശ്വസിക്കുന്നത് പോലെ നമ്മൾ ദൈവത്തെ ശ്വസിക്കുന്നത്. ഈ ജീവൻ അവൻ്റേതാണ്. എന്നും ഒരു മൈക്ക് വെച്ചിട്ട് ദൈവം വിളിച്ച് പറയുന്നില്ല, എൻ്റെ ശ്വാസമാണ് എൻ്റെ ശ്വാസമാണ് നിന്നിലുള്ളത്, എൻ്റെ ശ്വാസം. പക്ഷെ നമ്മളത് അറിയണം. എല്ലാ ദിവസവും ഭർത്താവ് ഞാൻ തന്നുകൊണ്ടാണ് നീ ജീവിക്കുന്നത്, ഞാൻ തന്നുകൊണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഭാര്യ പറയും നിങ്ങളില്ലേലും ഞാൻ ജീവിക്കുമെന്ന് പറയും. അങ്ങനത്തെ അല്ല നമ്മുടെ ദൈവം. നമ്മൾ അങ്ങോട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ടേക്കേഴ്സ് ആകാം അങ്ങോട്ട് കൊടുക്കാൻ. ദി ആർട്ട് ഓഫ് പ്രോഫസി ഈസ് റിയലി ദി ആർട്ട് ഓഫ് ലിസണിങ്. ദൈവത്തിൻ്റെ അടുക്ക് ചെന്ന് മിണ്ടാതിരുന്നിട്ട് ദൈവം പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുമ്പോഴാണ് പ്രോഫസി വരുന്നത്. പ്രോഫസി എന്ന് പറഞ്ഞാൽ ദൈവം പറയുന്നത് വിളിച്ചു പറയുന്നതാണ് പ്രോഫസി എന്ന്. അപ്പം നല്ല ലിസണേഴ്സ് ആയിട്ടുള്ളവർക്ക് ദൈവത്തെ കുറിച്ച് പറയാനൊക്കത്തുള്ളൂ. അപ്പം ദൈവസന്നിധിയിൽ നമ്മൾ അപ്പച്ചനെ മുഖാമുഖം കണ്ടു കഴിയുമ്പോൾ നമുക്ക് പ്രോഫറ്റിക് മിനിസ്ട്രി പൊങ്ങി വരും. വെൻ വി പ്രേ, വെൻ വി ഓപ്പൺ അവർ മൈൻഡ്സ് ആൻഡ് ഹാർട്ട്സ് ടുവേർഡ്സ് ഗോഡ് ഇൻ എനി മോമെൻറ്റ്, വി ആർ സിംപ്ലി ജോയിനിങ് ദ കോൺവെർസേഷൻ വിത്ത് ഹിം. നമ്മൾ ദൈവശബ്ദം ഇങ്ങനെ വ്യക്തമായിട്ട് കേൾക്കാനായിട്ട് തുടങ്ങും. അല്ലെങ്കിൽ ചിലപ്പോൾ ഇംപ്രസിങ് ആയിരിക്കും നമ്മുടെ മുഖത്തേക്ക്. അങ്ങനെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം എൻ്റെ ദൈവം എന്നോട് സംസാരിക്കുകയാണ്. പിന്നെ ചിലപ്പോൾ ഉണ്ടല്ലോ ദൈവത്തിൻ്റെ ആണോ ചെക്ക് ചെയ്യണം. ദൈവമാണോ, ഹോളി സ്പിരിറ്റ് ആണോ, അതോ ദുഷ്ടാത്മാവാണോ? ഒന്നും കൂടെ ചോദിക്കുമ്പം വചനാടിസ്ഥാനത്തിലാണ് വരുന്നതെങ്കിൽ അത് ദൈവത്തിൻ്റെ. അതല്ല എങ്കിൽ ഒന്നുകൂടെ ചോദിക്കണം. ദൈവം അത് ക്ലാരിറ്റി പറഞ്ഞു തരും. കർത്താവിൻ്റെ വചനത്തിൽ കൂടെയും കർത്താവ് ഇംപ്രസ് ചെയ്ത് ദൈവത്തിന് പല മാധ്യമത്തിൽ കൂടെ ദൈവത്തിന് നമ്മളോട് സംസാരിക്കാം. പ്രാർത്ഥനയിൽ കൂടെ തന്നെ ആണെന്നില്ല. പാട്ട് പാടുമ്പോഴാകാം, സ്വപ്നത്തിലാകാം, കൂട്ടുകാരോട് സംസാരിക്കുമ്പോൾ, എന്തെങ്കിലും ഒരു ബുക്കിനകത്ത് ഒരു ആർട്ടിക്കിൾ വായിക്കുമ്പോഴാരാം, അല്ലെ ആരെങ്കിലും ഒരാൾ ബൈപ്പാസ് ചെയ്യുന്നവരെന്തെങ്കിലും വന്ന് പറയുന്നതിന് ദർ ആർ ഡിഫറെൻറ്റ് വേയ്സ്. മൃഗങ്ങളെ കൊണ്ട് പോലും സംസാരിപ്പിക്കാം. ആ ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. മാറാതെ നിൽക്കുന്ന ദൈവത്തിലേക്ക് കടന്നുക. അവൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കാൻ പഠിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. അതാ തലമുറകളുടെ ദൈവമേ, ഞങ്ങളുടെ ശ്വാസം പോലും നിൻ്റേതാണെന്ന് നീ പറഞ്ഞു കഴിഞ്ഞു. ആ ശ്വാസത്തെ ഉൾക്കൊള്ളുമ്പം അത് പകർന്നു കൊടുക്കാനുള്ള കൃപയോടെ തരണം. ശ്വാസം നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്നും മിണ്ടാനൊക്കത്തില്ല. ശ്വാസം ഉള്ളിടത്തോളം കാലം ദൈവത്തിൻ്റെ നന്മകൾ പറഞ്ഞുകൊണ്ടുണ്ട്. ഇത് ഈ ലോകത്തിൻ്റെ, ഈ ഭൂഗോളത്തിൻ്റെ ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ കറങ്ങിച്ചെന്ന് പ്രവർത്തിച്ച് അറ്റ്ലാന്റിക് സമുദ്രത്തിന് അപ്പുറത്ത് പോയി ഓസ്ട്രേലിയ, അമേരിക്ക, ഇന്ത്യ, സൗദി, ബഹ്റൈൻ, പല സ്ഥലങ്ങളിലേക്ക് ഇതിങ്ങനെ പോവുകയാണ്. പോയിട്ട് അവിടെ എല്ലാം ചെന്ന് പ്രവർത്തിച്ചിട്ട് അത് തിരിച്ചു വരണം. തിരിച്ചു വരുമ്പോൾ അപ്പച്ചൻ്റെ ആ ഒരു ഗണം അനേകം മക്കളെ തിരഞ്ഞെടുത്ത് കഴുകൻ തൻ്റെ ചിറകിൻ്റെ മീഴ് ആ കുഞ്ഞുങ്ങളെല്ലാം പൊക്കിയെടുത്തുകൊണ്ട് വരുന്നത് പോലെ അവിടുന്ന് കൊണ്ടുവരുന്നതായിട്ട് കാണിക്കുന്നതിന് നന്ദിയോടെ സ്തോത്രം. കഴുകൻ തൻ്റെ കുഞ്ഞിനെ മരുഭൂ യാത്രയിൽ ഇസ്രായേൽ ജനതയെ മുഴുവനും കൊണ്ടുവന്നതുപോലെ ഇന്ന് ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ തലമുറ, ഞങ്ങളുടെ ഭർത്താക്കന്മാരെ, ഭാര്യമാരെ, മക്കളെ എല്ലാം തിരിച്ചു കൊണ്ടുവരുന്ന സ്നേഹത്തിന് നന്ദിയോടെ സ്തോത്രം. അതാ നിൻ്റെ മുൻപിലിരിക്കുമ്പം സ്വർഗവും ഭൂമിയും നിൻ്റെ അടുക്കലുള്ളപ്പം ഞങ്ങൾ എന്ത് ചോദിച്ചാലും ഭൂമി അതിൻ്റെ ഫലം തരും. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവും വരും. ദൈവത്തെ അറിയുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തന്നതിന് സ്തോത്രം. ഇത്ര വലിയവനായൊരു ദൈവം നിൻ്റെ ശ്വാസം ഞങ്ങൾ നിറയ്ക്കുന്നിടത്തോളം കാലം അപ്പച്ചൻ പറഞ്ഞത് വിളിച്ചു പറയാനുള്ള കൃപ തന്നാട്ട്. അങ്ങനെ സംഭവിക്കട്ടെ. അനുഗ്രഹിക്കുന്ന നാവായിട്ട് മാറട്ടെ. കിഴക്കിനോടും പടിഞ്ഞാറും വടക്കിനോടും തെക്കിനോടും നോക്കി അനുഗ്രഹങ്ങൾ അയക്കുന്നു. തലമുറകളുടെ മേൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥനയോട് ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ.